അക്കൗണ്ടിങ് ചാർട്ട്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ മോഡലാണ്. അക്കൗണ്ടിങ് ചാർട്ട് എത്ര ഐറ്റമായിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. അതെന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ട്രാൻസാക്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ജേർണലിലാക്കുന്നു. അപ്പോൾ ജേർണൽ 8 ഐറ്റം ഉണ്ട്. അത് പർച്ചേസസ് ബുക്ക് അല്ലെ പർച്ചേസസ് ജേർണൽ എന്നാണ് ഇതിനെല്ലാം പറയുന്നത്. 8 ഐറ്റത്തിന് ജേർണൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പർച്ചേസസ് ബുക്കെന്നും പർച്ചേസസ് ജേർണൽ എന്നും പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ജേർണൽ തന്നെയാണ്. ഇപ്പം പർച്ചേസസ് ബുക്ക് കടമായിട്ട് സാധനങ്ങൾ വാങ്ങിയാൽ നമ്മൾ പർച്ചേസസ് ബുക്കിൽ പർച്ചേസസ് ജേർണലിൽ എഴുതുന്നു. സെയിൽസ് ബുക്ക് കടമായിട്ട് സാധനങ്ങൾ വിറ്റാൽ നമ്മൾ സെയിൽസ് ജേർണൽ അല്ലെങ്കിൽ സെയിൽസ് ബുക്കിൽ എഴുതുന്നു. ഇനി പർച്ചേസ് റിട്ടേൺസ് ബുക്ക് അല്ലെ പർച്ചേസ് റിട്ടേൺസ് ജേർണൽ എന്ന് പറയും. കടമ വാങ്ങിയത് നമ്മൾ തിരിച്ചു കൊടുത്താൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അല്ലെ നമ്മുടെ ഡീലർക്ക് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പർച്ചേസ് റിട്ടേൺസ് എന്ന് വിളിക്കും. ഇനി വിറ്റ സാധനം നമ്മുടെ കസ്റ്റമർ നമുക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ അത് സെയിൽസ് റിട്ടേൺസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ക്യാഷ് ബുക്ക് ക്യാഷിൻ്റെ വരവും ക്യാഷിൻ്റെ ചിലവും എല്ലാം ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും. റെഡി ക്യാഷ് വന്ന് വരവും ചിലവും എല്ലാം ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും. ഇനി ബിൽസ് പേയബിൾ ബുക്ക് നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിയാൽ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഒരു വാല്യുബിൾ ഡോക്യുമെൻ്റ് കൊടുക്കണം. അതിനൊരു നിയമസാധ്യതയുള്ളൊരു ഈട് കൊടുക്കണം. അത് നമ്മൾ കടം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഈട് കൊടുക്കുന്നതിന് നമ്മൾ ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയും. ഇത് നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ അതിനുള്ള രേഖകളൊക്കെ മേടിച്ചിട്ട് നമ്മളത് ബിൽസ് റിസീവബിൾ ബുക്കിൽ വെക്കും. ഇനി ഈ 7 ഐറ്റത്തിലും ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ക്യാഷ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്. ഇങ്ങനെയുള്ള ഈ 7 ഐറ്റത്തിലും ഉൾപ്പെടാത്ത ചില കാര്യങ്ങൾ വരും. അത് നമ്മൾ ജേർണൽ പ്രോപ്പർ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ 8 തരം ജേർണലുണ്ട്. ജേർണലിനെ 8 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ആവശ്യം അനുസരിച്ചൊക്കെ നമുക്കിത് ഏത് ബുക്ക് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനി ഈ ജേർണലിൻ്റെ എല്ലാം കൂടെ കൂടി സമ്മറി നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇപ്പം ഈ ബുക്കിലുള്ള എല്ലാ ഐറ്റംസിനും നമ്മൾ അതിന് തുല്യമായിട്ടുള്ള അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇനി ലെഡ്ജറിൽ നിന്ന് നമ്മൾ അത് ഓരോ ലെഡ്ജർ അക്കൗണ്ടും കാലാകാലങ്ങളിൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മളത് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യണം. എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ക്യാരി ഡൗൺ ഒരു ലെഡ്ജർ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡും കൂടെ കൂട്ടിയിട്ട് വ്യത്യാസമുള്ള ഏതാണോ അത്രയും നമ്മൾ ആ വ്യത്യാസമുള്ള സൈഡിലേക്ക് ക്യാരി ഡൗൺ ചെയ്യും. 2 സൈഡും ഈക്വൽ ആക്കും. എന്നിട്ട് നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ കടമെടുത്ത് അങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യും. അതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അങ്ങനെ ലെഡ്ജർ ബാലൻസിങ് ഉണ്ട്. ഈ ലെഡ്ജറിൽ ബാലൻസ് ചെയ്തിട്ട് ആ ബാലൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഉറപ്പായത്. അതായത് ലെഡ്ജറിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ ബാലൻസ് ചെയ്ത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളത്തിലും, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബ്രോഡ് ഡൗൺ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് കോളത്തിലും ക്രെഡിറ്റ് സൈഡിലും എഴുതി വെക്കും. ഇത്രയും മനസ്സിലായി. ഇനി അടുത്തത് ഫൈനൽ അക്കൗണ്ടാണ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തിലൊരിക്കൽ ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രേഡിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് കച്ചവട കണക്ക്. സാധനങ്ങൾ വാങ്ങി നമ്മൾ അതിൻ്റെ അത് പല വിലയ്ക്ക് വിറ്റു. അപ്പോൾ അത് ഏതൊക്കെ വിലയ്ക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങി ഏതൊക്കെ വിലയ്ക്ക് നമ്മൾ വിറ്റു എന്നിട്ട് നമുക്ക് കച്ചവട ലാഭം എത്രയാണ് അതിനാണ് കച്ചവട അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന് ട്രേഡിങ് അക്കൗണ്ട് എന്ന് പറയും. ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ ആദായം അത്ര കിട്ടി. അതായത് നമുക്ക് നോമിനൽ ഐറ്റംസിൽ ഏതൊക്കെ ചിലവുകൾ വന്നു ഏതൊക്കെ നോമിനൽ ഐറ്റംസ് നമുക്ക് ലാഭം കിട്ടി. അതായത് ഇപ്പം റെൻറ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് ലോസാണ്, റെൻറ്റ് നമുക്ക് കിട്ടിയാൽ നമുക്കത് പ്രോഫിറ്റുമാണ്. അപ്പം ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് അക്കൗണ്ടിങ് ചാർട്ടിൻ്റെ ഒരു രൂപം. അപ്പം ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ജേർണലിൽ എഴുതുന്നു. ജേർണലിൽ നിന്ന് അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജർ ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു.
ട്രയൽ ബാലൻസിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട് 3 ഐറ്റം ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതുവരെ എല്ലാവർക്കും GM കോമേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും സമർപ്പിക്കുന്നു. ഇനി അടുത്ത ഒരു ബുക്ക് നമുക്ക് ഇനി പരിചയപ്പെടാം.